അൽഹംദുലില്ലാ ഇന്നലത്തെ നോമ്പ് തുറ അതായത് നമ്മളെ ഒന്നാമത്തെ നോമ്പ് തുറ നല്ല ഉഷാറായിട്ട് പോയിട്ടോ. ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതൊന്നല്ലല്ലോ പ്രധാനം. നോമ്പ് എന്ന് പറഞ്ഞാൽ റമദാൻ മാസത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ടല്ലോ. ഭക്ഷണം ഉണ്ടാക്കി കുത്തിരുന്നാൽ മാത്രം പോരല്ലോ. അപ്പൊ ഞാൻ അത്യാവശ്യം പത്തിരിയും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഒരൊറ്റ തരം സ്നാക്കുമാണ് ഉണ്ടാക്കിയത് കേട്ടോ. പത്തിരിക്ക് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് തിളയ്ക്കാൻ. പൊടി ഇവിടെ എടുത്ത് അളന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പം ഞാൻ ഓയിലൊക്കെ തീർന്നത് ബോട്ടിലേക്ക് നിറച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പത്തിരീൻ്റെ പൊടിയൊക്കെ വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഞാനും കുറച്ച് കുറച്ചല്ല രണ്ടോ മൂന്നോ മക്കളോ ഒക്കെ ആയിട്ട് മാത്രമുള്ളടുത്ത് ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വേസ്റ്റാക്കി കളയുന്നതിലൊക്കെ നല്ലതല്ലേ, കുറച്ചുണ്ടാക്കി ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കാം. അപ്പം ഞാനിതാ കുറച്ച് പത്തിരിയൊക്കെ ചൂടാനുണ്ട്. അപ്പം പൊടിയൊക്കെ ഒന്ന് ചൂടാറി, വാട്ടിയ പൊടിയൊക്കെ ചൂടാറിയതിന് ശേഷം നല്ലോണം കുഴച്ച് ഇപ്പോൾ പരുത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ കാണിക്കണതല്ലേ പരുത്തി 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 കാണിക്കാനല്ലേ. അപ്പം ഇന്ന് പരുത്തലൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ചിക്കൻ കറിയൊക്കെ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി തേങ്ങ അരച്ചിട്ട് പിന്നെ അതിൻ്റെ ശേഷമാണ് ഞാൻ വറവ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല രസത്തിൽ തന്നെ, കാരണം പത്തിരിക്ക് എപ്പോഴും അധികം എരിവില്ലാത്ത കറിയായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. പിന്നെ പ്രത്യേകിച്ച് നോമ്പൊക്കെ ആകുമ്പോൾ പിന്നെ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമുക്ക് എല്ലാം കൊണ്ടും വേണ്ട എല്ലാ കാര്യങ്ങളും വേണമല്ലോ നോമ്പിന്. ഭക്ഷണം ഉണ്ടാക്കി മാത്രം സമയം കളയാൻ പറ്റൂലല്ലോ. അതിൻ്റെയൊക്കെ ആളും പ്രധാനമുള്ള അതുപോലെ നിസ്കാരം, പിന്നെ ഖുർആൻ ഓതല്, നോമ്പ് മാത്രമല്ല നോമ്പിന് ഇതൊക്കെ വേണ്ടേ. പിന്നെ അതുപോരാത്ത ഞാൻ കുറച്ച് ഗ്രൂപ്പുകളിലുണ്ട് ദിക്ർ സലാത്തൊക്കെ ചൊല്ലിയിട്ട് അയച്ചു കൊടുക്കണം, അതും ഉണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ് നോമ്പിന് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ മക്കളും നോമ്പൊക്കെ തുറക്കുകയാണ്. ഞാൻ ഫ്രൂട്ട്സും അതുപോലെ നമ്മളെ കട്ട്ലേറ്റും കൂട്ടിയിട്ട് നോമ്പൊക്കെ തുറന്നു. പിന്നെ അതിന് ശേഷം കുട്ടികളും ഞാനൊക്കെ നിസ്കാരം കഴിഞ്ഞു. അതിൻ്റെ ശേഷമാണ് വേഗം ചായയൊക്കെ പത്തിരിയും ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചത്. അപ്പോൾ അൽഹംദുലില്ലാ ഇന്നത്തെ നോമ്പ് ഉഷാറായിട്ടുണ്ട്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ.